നിങ്ങൾക്കറിയാമോ, മദീനയുടെ ഒരു രാത്രിയിൽ ആർക്കും കാണാനാകാത്ത ഒരു ദോഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യമാക്കി ഒളിഞ്ഞിരുന്നു. മദീനയുടെ ഒരു ശാന്തമായ രാത്രിയായിരുന്നു അത്. ആകാശം നിശ്ചലവും കാറ്റും മൃദുവും. പക്ഷേ ഒരു ഹൃദയത്തിൽ അല്പം ഭാരമുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ സാധാരണ പോലെ തന്നെ ആയിരുന്നു. എന്നാൽ ചില നിമിഷങ്ങളിൽ താൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതുപോലെ തോന്നൽ, എന്തോ ആശയക്കുഴപ്പം, ശരീരത്തിൽ അസാധാരണമായ ക്ഷീണം, അടുത്തുള്ള സഹാബികൾക്കും ഭയം. നമുക്ക് ഏറ്റവും പ്രിയനായ നബിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നവർ ചിന്തിച്ചു. അവർക്കറിയാതെ മദീനയുടെ ഒരു അകലെയുള്ള കൂണിൽ ലബീദ് ഇബിൻ അൽ അസം എന്ന യഹൂദൻ ഇരുട്ടിന്റെ വഴികളിലൂടെ നടക്കുകയായിരുന്നു. നാരുകളും മുടിയിഴകളും കുരുക്കുകളും ചേർത്ത് അവനൊരു മന്ത്രം തയ്യാറാക്കി. ആ മന്ത്രം ഒരു പഴയ കിണറിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഒളിപ്പിച്ചു. മനുഷ്യരുടെ കണ്ണിൽ നിന്നും മറഞ്ഞ്, പക്ഷേ അല്ലാഹുവിൽ നിന്നും അറിയാമോ? ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ശബ്ദത്തിൽ കരുണയും കരുത്തുമുണ്ടായിരുന്നു. യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മേലൊരു മന്ത്രം ചെയ്തിട്ടുണ്ട്. അതൊരു കിണറിലാണ്. പക്ഷെ ആശങ്കപ്പെടണ്ട, അല്ലാഹു നിങ്ങളെ സംരക്ഷിച്ചു കഴിഞ്ഞു. സൂറത്ത് ഫലക്കും സൂറത്ത് നാസും പാരായണം ചെയ്യുക. ഈ വാക്കുകൾ കേട്ടതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വിശ്വസ്ത സഹാബികളെ കൂട്ടി ആ കിണറിലേക്ക് നടന്നു. കാറ്റ് തണുത്തിരുന്നു. കിണറിന്റെ വായ്പിടം ഇരുണ്ടിരുന്നു. അവർ ചാരത്തിലേക്ക് നോക്കിയപ്പോൾ നാരുകൾ, കുരുക്കുകൾ, മുടിയിഴകൾ, മന്ത്രവാദത്തിന്റെ തെളിവുകൾ. അവയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ചു. അദ്ദേഹം കണ്ണുകൾ അടച്ചു. ശബ്ദത്തിൽ ഉറച്ച വിശ്വാസം. കുൽ അഊദു ബിറബ്ബിൽ ഫലക്. ആദ്യ ആയത്ത് പാരായണം പൂർത്തിയാകുമ്പോൾ ഒരു കുരുക്ക് പൊളിഞ്ഞു വീണു. തുടർന്ന് അദ്ദേഹം പാരായണം ചെയ്തു കുൽ അഊദു ബിറബ്ബിൻ നാസ്. ഓരോ ആയത്തും ഒന്നൊന്നായി കുരുക്കുകൾ വിടർന്നു. ഇരുട്ട് പിന്മാറി. അതിന്റെ ഇടയിൽ പ്രകാശമുയർന്നു. അവസാന ആയത്ത് പൂർത്തിയായ നിമിഷം അദ്ദേഹത്തിന്റെ ശരീരത്തെ മുഴുവൻ ഒരു തരം ശാന്തത ചുറ്റിപ്പിടിച്ചു. അസുഖത്തിന്റെ അടയാളം പോലും ബാക്കി വെക്കാതെ അല്ലാഹു പൂർണ്ണമായി ശുശ്രൂഷ നൽകി. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മഹത്തായ പാഠം ഒരു കാര്യം മാത്രം: ദോഷമുണ്ടായേക്കാം, മന്ത്രവാദമുണ്ടായേക്കാം, പക്ഷെ അല്ലാഹു സംരക്ഷിച്ചാൽ അതിനൊരാളെ തൊടാൻ പോലും കഴിയില്ല. ലോകം മുഴുവൻ ചേർന്നാലും അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ഒരില പോലും വീഴില്ല. അതുകൊണ്ട് ഭയപ്പെടണ്ട. ഖുർആൻ തന്നെയാണ് നമ്മുടെ മതിൽ. ഫലക്കും നാസും നമ്മുടെ കവചവും നമ്മുടെ സുരക്ഷയുടെ വരുതിപ്പടിയും.